ആശാ വർക്കർമാർക്ക് കേന്ദ്രം കുടിശ്ശിക നൽകാനുണ്ടെന്ന് BJP MP രേഖാ ശർമ്മ. വേതനം വർദ്ധിപ്പിക്കാൻ കേന്ദ്രം തയ്യാറാകണമെന്നും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂടിയായ രേഖാ ശർമ്മ രാജ്യസഭയിൽ. തൊഴിലിന്റെ പ്രാധാന്യമനുസരിച്ചുള്ള വേതനം ആശമാർക്ക് ലഭിക്കുന്നില്ലെന്നും രേഖാ ശർമ്മ പറഞ്ഞു. വിഷയത്തിൽ വി ശിവദാസൻ MP അടിയന്തര പ്രമേയത്തിന് രാജ്യസഭയിൽ നോട്ടീസ് നൽകി. അതിനിടെ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് വിഷയം ലോക്സഭയിൽ കോൺഗ്രസും ഉന്നയിച്ചു. വിവരങ്ങളുമായി ഇപ്പോൾ CB ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. BJP MPക്ക് കാര്യം ബോധ്യപ്പെട്ടു. രേഖാ ശർമ്മ മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂടിയാണ്. വളരെ തുച്ഛമായ വേതനമാണ് ആശമാർക്ക് നൽകുന്നതെന്ന് രേഖാ ശർമ്മ പറയുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശമാർക്ക് ഓണറേറിയം നൽകുന്നതിനുള്ള കാര്യം കൂടി ഒരിക്കൽ കൂടി വെളിച്ചത്ത് വരികയാണ്. നേരത്തെ BJPയുടെ മന്ത്രിയായ സുരേഷ് ഗോപി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ നാടകങ്ങൾ കൂടി ഈ സാഹചര്യത്തിൽ ഒന്ന് പറയേണ്ടി വരുന്നുണ്ട്. സിബി സിജു, തീർച്ചയായും ഈ ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ MP രേഖാ ശർമ്മ തന്നെ ഇപ്പോൾ രാജ്യസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് ആശാമാർക്കുള്ള കുടിശ്ശിക കേന്ദ്ര സർക്കാർ നൽകാനുണ്ട് എന്ന് തന്നെയാണ്. തൊഴിലിന്റെ പ്രാധാന്യം അനുസരിച്ചുള്ള വേതനം ആശമാർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്ന് അവർ പറയുന്നു. സർക്കാർ വേതനം വർദ്ധിപ്പിക്കാൻ തയ്യാറാകണം. ആശമാർക്ക് പെൻഷൻ, ആരോഗ്യ ഇൻഷുറൻസ് എന്നീ ആനുകൂല്യങ്ങൾ നൽകണം. ആശാപ്രവർത്തകർക്ക് സംസ്ഥാനത്ത് നൽകാനുള്ള എല്ലാ കുടിശ്ശികയും നൽകാനുണ്ടെന്നും അത് ഉടൻ നൽകണമെന്നും ഇപ്പോൾ BJP MPയും മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ രേഖാ ശർമ്മ വ്യക്തമാക്കുകയാണ്. നമുക്കറിയാം, നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലുള്ള സ്കീമാണ് ആശാ പ്രവർത്തകരുടെ. അവർക്ക് അവർ തൊഴിലാളികളായി പ്രഖ്യാപിക്കേണ്ടതും എല്ലാം തന്നെയും കേന്ദ്ര സർക്കാരാണ്. മാത്രമല്ല, അവർക്ക് ഈ കുടിശ്ശിക 100 കോടിയിലധികം രൂപ കുടിശ്ശിക നൽകാനുണ്ടെന്ന് സംസ്ഥാന സർക്കാരും ആരോഗ്യമന്ത്രി വീണ ജോർജ് പലതവണ പറയുമ്പോഴെല്ലാം തന്നെയും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഇനി 1 രൂപ പോലും കുടിശ്ശിക നൽകാനില്ല എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശാ വർക്കർമാരുടെ ഒരു വിഭാഗം നടത്തുന്ന സമരത്തിലെത്തി ഉള്ള ഒരു നാടകീയ നീക്കങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, വി മുരളീധരൻ അടക്കം ചൂണ്ടിക്കാട്ടിയത് ആശാ വർക്കർമാർക്ക് ആ സ്കീമിന് വേണ്ടി 1 രൂപ പോലും കേന്ദ്രം നൽകാനില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും ഇതിനെ പൂർണ്ണമായും പച്ചക്കള്ളമാണെന്ന് വ്യക്തമാക്കുന്നതാണ് BJPയുടെ MP തന്നെ രേഖാ ശർമ്മ തന്നെ ഈ ഒരു കാര്യം രാജ്യസഭയിൽ ഉന്നയിക്കുന്നതും ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് സ്വന്തം പാർട്ടിയിലെ MP തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോൾ രാജ്യസഭയിൽ കാണാൻ കഴിഞ്ഞത്. തുടരുകപ്പോൾ രേഖാ ശർമ്മ MP രാജ്യസഭയിൽ പറഞ്ഞ കാര്യങ്ങളുടെ പ്രതികരണം കേട്ട ശേഷം സിബിയിലേക്ക് വരാം. Despite the indispensable role of improving public health, ASHA workers continue to receive meager honorarium that do not reflect the importance of their work. Many of them work tirelessly without fixed salaries, relying only on incentives that are often delayed and insufficient. They lack essential social security benefits such as pension, healthcare system, insurance and maternity benefit, leaving them vulnerable and financially insecure. CB ജോസഫ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സിബി, വളരെ കൃത്യമായി തന്നെ രേഖാ ശർമ്മ പറഞ്ഞിട്ടുണ്ട്. അരക്ഷിതാവസ്ഥയിലാണ് ആശാ വർക്കർമാർ. വളരെ തുച്ഛമായ വേതനമാണ് അവർക്ക് ലഭിക്കുന്നത്. അവർക്ക് ആ തൊഴിലിൻ്റെ മാന്യത അനുസരിച്ചിട്ടുള്ള അവരെടുക്കുന്ന എഫർട്ടിനനുസരിച്ചുള്ള വേതനം നൽകേണ്ടതുണ്ട്. വളരെ കൃത്യമാണ്. കേന്ദ്ര സർക്കാരിനോടാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ കള്ളക്കളി നടത്തുന്ന സുരേഷ് ഗോപിക്ക് കൂടിയുള്ള മറുപടിയായി തന്നെ വേണം രേഖാ ശർമ്മയുടെ വാക്കുകൾ വായിച്ചെടുക്കേണ്ടത്. തീർച്ചയായും ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയുണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് BJP MP രേഖാ ശർമ്മ. അതായത് കേന്ദ്ര സർക്കാരിനോടാണ് ഈ കാര്യം ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഇവിടെ സംസ്ഥാനത്ത് കേരളത്തിലേക്ക് പോയാൽ അവിടെ കോൺഗ്രസും BJPയും ഇടതുപക്ഷ സർക്കാരിനെതിരെ ഈ ആശാവർക്കർമാരുടെ സമരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആഞ്ഞടിക്കുമ്പോഴാണ് ഒരു BJP MP എന്നെ രാജ്യസഭയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നുള്ള കാര്യം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്ര മന്ത്രിക്കുള്ള ഒരു മറുപടി കൂടിയാണ്, വി മുരളീധരൻ അടക്കമുള്ള BJP നേതാക്കൾക്കുള്ള മറുപടി കൂടിയാണ്. നമുക്കറിയാം, വി മുരളീധരൻ നേരത്തെ പറഞ്ഞത് ഈ ആശാ വർക്കർമാരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കേണ്ടത് കേന്ദ്ര സർക്കാർ അല്ലാതെ സംസ്ഥാന സർക്കാരാണെന്നൊരു വിചിത്രവാദം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും ഈ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിലുള്ള ഈ ആശാ സ്കീം ഒരു കേന്ദ്ര പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തണം. കോവിഡ് കാലത്ത് ആശാ വർക്കർമാർ നടത്തിയ നിസ്തുലമായ സേവനമെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ BJPയുടെ MPയും. മറ്റൊരു കാര്യം, ഇപ്പോൾ BJP MP പറഞ്ഞ കാര്യം, അതോടൊപ്പം തന്നെ കോൺഗ്രസ് MPമാർ ഇന്ന് വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. കേരളത്തിൽ അവർ ഒരു നിലപാട്, കേന്ദ്രത്തിൽ മറ്റൊരു നിലപാട്, ദില്ലിയിലെത്തുമ്പോൾ മറ്റൊരു നിലപാട് എടുക്കുന്നു. ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമരക്കാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ നേതാക്കൾ KC വേണുഗോപാൽ അടക്കമുള്ളവരാണ് ലോക്സഭയിൽ നിന്ന് പറഞ്ഞത് കേന്ദ്രത്തിന് ഇടപെടൽ ആവശ്യമുള്ളത്. എന്തായിരുന്നു ഇന്ന് അവരുടെ നിലപാട്? അവിടെ ലോക്സഭയിലേക്ക് വരുമ്പോൾ KC വേണുഗോപാലും ശശി തരൂർ MPയും അടക്കമാണ് ഈ ഒരു ആശാവർക്കർമാരുടെ
സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിൽ പ്രധാനമായും ഇവർ ചൂണ്ടിക്കാട്ടുന്നത് നമുക്കറിയാം, കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ പറയുന്ന കോൺഗ്രസ് ദില്ലിയിൽ എത്തുമ്പോൾ നേരെ കേന്ദ്രത്തിനെതിരെ ഇതിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അത് ഏതും സ്വാഗതാർഹമാണ്. എങ്കിൽ പോലും അവരെടുക്കുന്ന രാഷ്ട്രീയമായ ഇരട്ടത്താപ്പ് നയമാണ് ഈ ഒരു പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നതും. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് മാന്യമായ വേതനം നൽകാൻ തയ്യാറാകണമെന്നാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് എംപിമാരും ഈ ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഇതിനെ രാജ്യസഭയിൽ CPIM MP ആയ വി ശിവദാസൻ MP അദ്ദേഹം ചട്ടം 267 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസൊക്കെ നൽകിയിരുന്നു. ഇതിന്റെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണം, അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട കുടിശ്ശിക പൂർണ്ണമായും തിരിച്ചു നൽകണം. ശരി, CBC ജോസഫാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ആശാവർക്കർമാരുടെ കുടിശ്ശിക വിഷയമടക്കം ചൂണ്ടിക്കാട്ടി വി ശിവദാസൻ MP രാജ്യസഭയിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു.